അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആൻ സൂറത്തു വാഖിയത്തെ വസ്സാബിഖൂന സാബിഖൂൻ ചൊല്ലെ സാബിഖീങ്ങളായ ആൾമാർക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ കൊടുക്കൊരു നിഅമത്ത് എന്തിനെ ചൊന്നിട്ടായിട്ട് ഞങ്ങൾ ചർച്ചയാക്കേണ്ടുന്ന വിഷയം. എന്നിട്ട് അവിടെ പരസ്പര ഫേസ് ടു ഫേസ് ആയിട്ട് ദഹിക്കരെ ചൊല്ലിയ വിഷയവും കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ചർച്ചയാക്കിയ. എതിരെതിരായിട്ട് ഇങ്ങനെ ദഹിക്കരെ അവിടെ ഒരുത്തരെ പെരടിപ്പിനടുത്ത് നോക്കൂടെ അല്ല, എതിരെതിര് മുഖയിട്ടിട്ടായിട്ട് ഇങ്ങനെ നോക്കൂടെ ചൊന്നിട്ടായിട്ട് ഖുർആൻ ചൊന്നി മുത്തഖീന അലൈഹാ മുതഖാബിലീൻ അങ്ങ ചാഞ്ഞിട്ട് എതിരെതിര് മുഖത്തുക മുഖം ഇങ്ങനെ നോക്കിയിട്ട് ദഹിക്കുവാറ് സ്വർഗത്തിൽ ചൊന്നിട്ട് ഖുർആൻ ചൊന്നു. എന്നിട്ട് അല്ലാഹു ചൊല്ലെ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. യതൂഫു അലൈഹിം അങ്ങയുടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുവാർ. ആര്? ഈ സാബിഖീങ്ങളുടെ ഇടയിൽ, ആ സ്വർഗാനിവാസികളുടെ ഇടയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുവാർ. ആര്? വിൽദാനും മുഖല്ലദൂൻ. വെറും ചെറിയ പ്രായത്തിലേ ഉള്ള ആൾമാർ, ചെറിയ പ്രായത്തിലുള്ള മക്ക, അങ്ങ വലിയെന്തോ ആവില്ല, അതേ ഏജിലായിട്ട് അങ്ങ് ആ മക്കങ്ങ ഇങ്ങനെ ബാക്കിലെ തിരിഞ്ഞുകൊണ്ടിരിക്കുവാർ, ഇങ്ങനെ ബാക്കിലെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുവാർ ചൊന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊന്നു. അവിടെ ഇമാമിങ് ഒരു വിഷയം ചർച്ചയാക്കാറ്. എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ ഈ മക്കങ്ങ ഒരേ ഡ്രസ്സിലും ഒരേ യൂണിഫോമിലും അതേപോലെ അത്രയും ചന്തായിട്ട് മക്കങ്ങ ഈ മക്കങ്ങ ഈ സാബിഖീങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം വേണ ആ വേണ എല്ലാ സൗകര്യവും ഈ മക്കാക്കി കൊടുക്കാറ്, എല്ലാ സൗകര്യവും ഈ മക്കാക്കി കൊടുക്കാറ്. ഈ മക്ക ഇങ്ങനെല്ലാം ഖിദ്മത്ത് വേണ്ടിയിട്ടുള്ള മക്കായിട്ട്. അപ്പൊ ഈ മക്കാര് ചൊല്ലിയ വിഷയ ഒരു ചർച്ചയായിട്ട് ഇമാമിങ്ങാക്കരുത്. ഈ മക്കാര് സ്വർഗത്തിലെ അല്ലാഹു തആല സൃഷ്ടിയാക്കിയ ഒരു കൂട്ട മക്കമാ. അപ്പൊ അല്ലണ്ടെങ്കിൽ ഞങ്ങളെ മക്കളിൽ ചെറിയ മക്ക മനസ്സ് പോണ്ടാറല്ലേ, ഇങ്ങനെ സ്വർഗത്തിൽ ഞങ്ങൾ ഖിദ്മത്താക്കണേമാ എന്തിനെ ചൊന്നിട്ട് ഇങ്ങനെ ചർച്ചയാക്കണാറ്. അങ്ങനെ ചർച്ചയാക്കുമ്പോ ചില ഇമാമിങ് ചൊല്ലാറ് അത് ഞങ്ങളുടെ മക്ക ചൊന്നിട്ടായിട്ട് ചില ഇമാമിങ് ചൊല്ല്. അപ്പ അതിന് ചില ഇമാമിങ് എതിരെ എതിർക്കിടാറ്. അല്ല, ഞങ്ങളെ മക്ക അവർക്ക് സാധ്യതയില്ല. കാരണം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ മക്ക ചെറിയത് മറിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കങ്ങ റബ്ബുരൊട്ടിಗೆ ആർഗ്യുമെന്റ് ആക്കിയിട്ട്, റബ്ബുരൊട്ടിಗೆ ചർച്ച ആക്കിയിട്ട്, റബ്ബുരൊട്ടിಗೆ പിന്നെ തർക്കാക്കിയിട്ട് അപ്പടയും ഉമ്മടയും സ്വർഗത്ത് വിളിച്ചുകൊണ്ട് ആ ഒരു ബിസിലായിട്ടിക്കരുത്. ഞങ്ങളെ മക്കൾ ഞങ്ങളെ മക്കൾ സ്വർഗമായിട്ടിക്കരുത്. എന്തിനെ? അപ്പടയും ഉമ്മടയും സ്വർഗത്ത് വിളിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു കിടാവ് മാത്രം മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കിടാവും തന്റെ അപ്പടയും ഉമ്മടയും വിളിച്ചോണ്ട് സ്വർഗത്ത് പോവാണ്ട് ആ കിടാവ് പോവാല ചൊന്നിട്ടായിട്ടിക്കരുത്. അല്ലാഹു തആല നാളെ മക്കളായിട്ട് ഫസ്റ്റ് സ്വർഗത്ത് കിടത്തരെ ആ മക്കളെ സ്വർഗത്ത് കിടത്തുമ്പോത്തുക ആ മക്കങ്ങ സ്വർഗത്തെ ബായിൽ നിന്നിട്ട് ഭയങ്കരമായിട്ട് മുൾപ്പിടുവാറ് ചൊന്നിട്ടായിട്ട്. അപ്പ പിന്നെ അല്ലാഹു തആല മലക്കളിട്ട് കേക്കടാ എന്തിനാ മക്കളെ പ്രോബ്ലം എന്തിനാ ചൊന്നിട്ടു കേക്കടാ, പിന്നെ എന്തിനാ കേക്കോറ് ചൊന്നിട്ട് ഇങ്ങനെ മലക്കടെ കറുത്തുമ്പോത്തുക മലായിക്കത്ത് ഞങ്ങളിട്ട് കേട്ടിട്ട് വന്ന് റബ്ബറിട്ട് ചൊല്ലാറ്. അല്ല, അങ്ങനെ പ്രോബ്ലം എന്തിനാ ചൊന്നിട്ടുണ്ടെങ്കിൽ ആ മക്കങ്ങ ഡിമാൻഡ് എന്തിനാ ചൊന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് സ്വർഗത്ത് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉമ്മയും ബാപ്പവും വേണം ചൊന്നിട്ടു ഹട്ട പിടിച്ചോണ്ടുള്ളാറ്. ഉമ്മയും ബാപ്പയും ഇല്ലാത്ത സ്വർഗം അങ്ങനെ വേണ്ട ചൊന്നിട്ടു അങ്ങ് ഹട്ട പിടിച്ചോണ്ടുള്ളാറ് ചൊന്നിട്ടു മലക്കങ്ങ ചൊല്ലുമ്പത്തുകൂ. അപ്പൊ റബ്ബ് ചൊല്ലേ, അല്ല, നിന്റെ ഉമ്മയും ബാപ്പയും ദുനിയാവിൽ ഒരുപാട് തപ്പാക്കിയ ആൾമാർ, അങ്ങ് ഒരുപാട് വേണ്ടാത്ത കാര്യമാക്കിയ ആൾമാരായിട്ടിരിക്കാറ്. ആ കാരണത്തിലാ ഇല്ല നീ സ്വർഗത്ത് പോ, അങ്ങ് അവിടെ മേയ്ക്കട്ടെ നരകത്തിലേക്കട്ടെ ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പത്തുകൂ. ഇല്ല, ഈ മക്ക ചൊല്ലവല നന്റെ അപ്പ നരകത്തിലും നന്റെ ഉമ്മ നരകത്തിലും നാണ് സ്വർഗത്തില, അങ്ങനത്തെ സ്വർഗത്തൊക്കെ വേണ്ട, നാണ് സ്വർഗത്ത് പോണ്ടില്ല ചൊന്നിട്ട് ഈ മക്ക അള്ളാഹുരട്ടിയെ തർക്കാക്കിട്ട് ഈ ഉമ്മയുടെയും ബാപ്പയുടെയും കൈപിടിച്ചുകൊണ്ട് സ്വർഗത്ത് പോണ്ടാറ് ചൊന്നിട്ടായിട്ടിക്കര്. പരിശുദ്ധ ഹദീസ് ഇമാം ഗസാലി ഈ ഹദീസ് റിപ്പോർട്ടാക്കി വയ്ക്കരുത്. അപ്പൊ അങ്ങനെക്കുമ്പോ ഈ മക്ക അവർക്ക് സാധ്യമില്ല ചൊന്നിട്ടായിട്ടിക്കര് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആൾമാർ ചൊല്ല്. അല്ലണ്ടെങ്കിൽ ചില ഇമാമിങ് ചൊല്ലേ അത് അല്ലാഹു തആല സ്പെഷ്യലായിട്ട് സ്വർഗത്തിലെ ഒരു കൂട്ട മക്കളെ അല്ലാഹു പടച്ചരാ ചൊന്നിട്ടായിട്ടിക്കര്. അതെന്തിനേക്ക് വേണ്ടിയിട്ട്? ഈ സ്വർഗാനിവാസികളെ അങ്ങനെ ഖിദ്മത്താക്കണ വേണ്ടിയിട്ട് അല്ലാഹു പടച്ചക്കൊരു മക്കങ്ങ ചൊന്നിട്ടും
சில இமாமிங்க சொல்றாரு. கொரிய இமாமிங்க இமாம் ராசி ரஹ்மத்துல்லாஹி அலைஹி அதிரேட்டிக்கிற யாரு சொல்லு, அது வேறெந்து அல்ல, அத்ஃபாலுல் முஷ்ரிகீன ஹும் குத்தாம் அஹ்ல் ஜன்னah. நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சொன்ன ஹதீஸ் உண்டு. ഈ കാഫിരിങ്ങളെ കുഫാരികളെ ചെറിയ മക്ക മരിച്ചിട്ടിരിക്കാറ്, ചെറിയ മക്കങ്ങ കുഫാരികൾ മരിച്ചിട്ടിരിക്കാറ്. അതിനെന്തും ഒത്തിക്കില്ല. അപ്പ കാഫിരായിട്ടിക്കുവാർ, അപ്പ യഹൂദിമാരായിട്ടിരിക്കാറ്, അപ്പ പച്ചാറസസ് ആയിട്ടിക്കുവാർ. ആയെങ്കില ഈ മക്കത് കൊത്തില്ലല്ലോ എന്തിനു ചൊന്നു രണ്ടപ്പ എന്തിനു ചൊന്നിട്ടു ആയെങ്കില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു അത്ഫാലുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ മക്ക ഹും ഖുദ്ദാം അഹ്ലിൽ ജന്ന, അങ്ങ് സ്വർഗ്ഗത്തെ ആൾമാരെ പിന്നെ സേവകന്മാരെ ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഹദീസ് ഉണ്ട്. അപ്പ കുഫാരിങ്ങളെ അങ്ങനെ മക്കായിട്ടിക്കര് ഈ സേവകന്മാരായിട്ട് സ്വർഗത്തെ ആൾമാരെ സ്വർഗത്തിനായിട്ടില്ലേ ചൊന്നിട്ടു ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെ ഈ ഹദീസായിട്ടിക്കര് ഈ സംഭവമായിട്ടിക്കര് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലെ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ചൊല്ലെ ആ സ്വർഗത്തിലെ സ്വർഗാനിവാസികളെ സേവകന്മാരായിട്ടുമുണ്ട്. ഇവിടെ മറിച്ച് കുഫാരിങ്ങളെ കാഫിരിങ്ങളെ ചെറിയ മക്കങ്ങായിട്ടിക്കരാറും അവിടെ സേവകന്മാരായിട്ട് പണ്ടേ ചൊന്നിട്ടും ഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇതായിട്ടിക്കര് അത് കറക്റ്റ് സൂട്ടേബിൾ ചൊന്നിട്ടുണ്ട്. എനിക്ക് ഹദീസ് നോക്കുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ഇതേ ഇട്ടിക്കര് കാണ്ടേ ചൊന്നിട്ടും ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലും. ഏതു ആവട്ടെ അങ്ങനത്തെ ഒരു കൂട്ടം മക്കങ്ങ ഈ സ്വർഗാനിവാസികളെ ഖിദ്മത്ത് വേണ്ടിട്ടിക്കറാറ്. അങ്ങനെ അങ്ങെന്താക്കടാറ് ബി അക്വാബിൻ വ അബാരീക വ കൈസിൻ മിൻ മഈൻ, അങ്ങനത്തെ കയ്യില് ജഗ്ഗിക്കറ് അക്വാബ് ചൊന്നിട്ടെങ്കിൽ ആനിയത്തുൻ ലാ ഉർവത ലഹാ വലാ ഖുർതൂം, കാലി ജഗ് അതിക്ക് പിടിയൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു ജഗ്ഗങ്ങ. പിന്നെ അബാരിയൊക്കെ ചൊന്നിട്ടുണ്ടെങ്കിൽ ഈ ആനിയത്തുൻ ലഹാ ഉർവത്തുൻ ഖുർതൂം, ഈ മുന്നോലിത്ത് ഒരു ജബന ചൊന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ചൊന്നിട്ടുണ്ടെന്ന സുഖാക്കുന്ന വേണ്ടിട്ട് ഈ ബേർസൻ ഇതാക്കി അതിക്ക് ഒരു പിടിയുണ്ട്, ഒരു സൊണ്ടിൽ പോലത്തെ ഒന്ന് വന്നിട്ടുമുണ്ട് അല്ലെ. അതായിട്ട് ചൊന്നിട്ടായിട്ട് സലൈമാമിക്ക് ചൊല്ലുണ്ട്. ഏതൊരു അബാരിയൊക്കെ ചൊന്നിട്ടുണ്ടെങ്കിൽ അതായിട്ടിക്കര് അതും അങ്ങനെ കയ്യിലേക്ക് ചൊന്നിട്ടായിട്ടിക്കര്. എന്നിട്ട് മാത്രമല്ല വകൈസിൻ മിൻ മഈൻ, കൈസ് ചൊന്നിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് കാലി ഗ്ലാസ് അല്ല, മിൻ മഈൻ കല്ലുടെ നല്ല ഗ്ലാസിക്കോ ചൊന്നിട്ടായിട്ടിക്കര്. മഹാനായ പരിശുദ്ധ ഖുർആൻ പഠിപ്പാട്ട് കല്ലുടെ ഗ്ലാസ്. അപ്പ നല്ല കല്ലായിട്ടിക്കര്, ഒറിജിനൽ കല്ലായിട്ടിക്കര് സ്വർഗത്തിൽ കിട്ടര്. എന്തിനാ എവിടത്തോളം ചെന്നിട്ടുണ്ടെങ്കിൽ ഈ കല്ലുടെ വിഷയ ചൊല്ലുമ്പോഴത്തേക്ക് ഇമാമിയ ഹാനായ ഇബ്നു അബ്ബാസ് പോലെയുള്ള ആൾമാർ ചൊല്ലാറ് ആ കല്ല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ ഒരു തല തിരിരമ അല്ലണ്ടെങ്കിൽ മസ്തായിട്ട് നാൽമൂത്ത് ആട്ടിരമ അതെന്തും സ്വർഗത്തിലേക്കല്ല, സ്വർഗത്തെ കല്ല് പിന്നെ ദുനിയാവുടെ കല്ല് കുടിച്ച സാധ്യത ഓണ്ട് ലെവൽ തപ്പിട്ട് ഇന്ദ്രമാ ഒന്ന് ചൊല്ലണ തുടങ്ങി തയ്ത്തോണം. അതേ സന്ദർഭത്തില് സ്വർഗത്തിൽ അങ്ങനെ ഇക്കല ചൊന്നിട്ടായിട്ടിക്കര് ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത് ഖുർആനും അതേ ആയിട്ടിക്കര് ചൊല്ലെ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, ലാ യുസദ്ദഊന അൻഹാ ആ കല്ല് കുടിച്ച കാരണത്തില് അങ്ങ തല തിരിയല, വലാ യുൻസിഫൂൻ അങ്ങെന്താവല മസ്തുമാവല ചൊന്നിട്ടായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ ഈ വിഷയം പഠിപ്പാട്ടി. ഇതേപോലെ ആയിട്ടിക്കര് ഖുർആന്റെ സൂറത്തു സ്വാഫാത്തിലെ 47-ാമത്തെ ആയത്തിൽ അല്ലാഹു ചൊല്ലാം യുതാഫു അലൈഹിം ബികഅസിൻ മിൻ മഈനിൻ ബൈളാഅ ലദ്ദത്തൻ ലിശാരിബിൻ ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസിഫൂൻ. ആ കല്ലുടെ കളറ് വെളുത്ത കളറായിട്ടിക്കര്, കുടിക്കൊള്ളുക ഭാര്യയൊരു ടേസ്റ്റ് ആയിട്ടിക്കര്, മൂത്രം പോലല്ല. ഉടനെ കല്ല് ചൊന്നിട്ടുണ്ടെങ്കിൽ മൂത്രത്തിന് സമാനമായിട്ടിക്കര്. ഒരു കല്ല് മാത്തു ഞങ്ങൾ മേലുക മാത്തത്തിൽ ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂത്ര കൽക്കിയ പോലെ അതിന് കൽക്കൊണ്ടു ചൊന്നിട്ടായിട്ടിക്കര് ഉടനെ പിന്നെ അതിന് കർമ്മശാസ്ത്ര ഇമാമിങ് അവിടെ പാട്ട് അതങ്ങനല്ല. സ്വർഗത്തെ കല്ല് അങ്ങനല്ല, വെളുത്ത കളറായിട്ടിക്കര്, കുടിക്കുമ്പോ ഭാര്യയൊരു ടേസ്റ്റ് ആയിട്ടിക്കര്, അതിലൊരു തലക്കറക്കലും അതേപോലെ ഒരു മസ്തും അതില്ല ചെന്നിട്ടായിട്ടിക്കര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് വ്യാഖ്യാനാക്കിയിട്ട് ഇമാമിങ് ചൊല്ലാറ് സൂറത്തു സ്വാഫാത്തും അതെടുത്ത് ചൊല്ലും. മാത്രമല്ല നിങ്ങൾ നോക്കൊരു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു ദുനിയാവുടെ കല്ല് കായെങ്കില 4 ടൈപ്പ് ആയിട്ടിക്കരുള്ളു, 4 അവസ്ഥ ആയിട്ടിക്കരു ദുനിയാവുടെ കല്ലുകൊള്ളു. ദുനിയാവുടെ കല്ലില് 4 അവസ്ഥ. ഒന്നെന്തിരെ ഒന്ന് മസ്തായിട്ടിക്കര്, കുടിച്ച സാത്തുക മസ്താവുടെ. പിന്നൊന്നു കുടിച്ച സാത്തുക തലനുമ്പല, ചില ആൾമാർക്ക് തലകറക്കലിക്കരുത്. അതേപോലെ പിന്നൊന്നു ചില ആൾമാർ കാറാറ്, പിന്നൊന്ന് ചില ആൾമാർ മൂത്രവിത്രാറ്. കല്ല് കുടിച്ച ആൾമാർ കാറിനെയും ബീത്രതും എല്ലാം ഗുന്തവിടെ ഇല്ല. ഇത് ദുനിയാവുടെ കല്ലുണ്ടായെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലെ وقد ذكر خمر الجنة فنزها عن هذه الخصال. ഈ 4 അവസ്ഥയും സ്വർഗത്തെ കല്ല് കലാചൊന്നിട്ടായിട്ടിക്കര്. മസ്തു ആവല,
തലകരങ്ങൾ ഒഴിക്കല്, പിന്നെ വൊമിറ്റിംഗ് വരല്, അതേപോലെ മൂത്രവും വരല്, അങ്ങനത്തെ കല്ലായിട്ട് സ്വർഗത്തെ കല്ല് ചെന്നിട്ടു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ട്. മാത്രമല്ല സൂറത്ത് മുഹമ്മദ് ആയത്ത് നമ്പർ 15 അല്ലാഹു ചൊല്ലുടെ മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ, സ്വർഗ നല്ല ആൾമാർക്ക് അല്ലാഹു വാഗ്ദാനാക്കിയ സ്വർഗ, ആ സ്വർഗത്തില് 4 ടൈപ്പുടെ പൊലം കൊണ്ടു, 4 ടൈപ്പുടെ പൊല കൊണ്ടു. ഒന്ന് അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, നല്ല ശുദ്ധ ജലായിട്ട് ഒരു പൊല, ശുദ്ധമായ തന്നെയായിട്ട് കൂടെ. പിന്നെന്ന് വൻഹാറും മിൻ ലബൻ ലം യതഗയ്യർ തുഅമുഹു, നല്ല ശുദ്ധമായ പാലിലെ പൊല ഇങ്ങനെ ഒലിക്കൊണ്ടിരിക്കും. അതേപോലെ പിന്നൊരു പോലെ വൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ, കല്ലുടെ പൊല ഇങ്ങനെ ഒലിക്കൊണ്ടിരിക്കും. എങ്ങനത്തത് ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുമ്പോഴത്തേക നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനത്തെ ടേസ്റ്റുള്ള കല്ലുടെ പോലെയും സ്വർഗത്തിലുണ്ട് ചെന്നിട്ടായിട്ട് സൂറത്ത് മുഹമ്മദ് അല്ലാഹു ചൊല്ലുടെ. 4-മത്തെ പോലെ വൻഹാറും മിൻ അസലിൻ മുസഫൻ, അതേ നല്ല തെളിഞ്ഞതായ നല്ല പിന്നെ തേന്റെ പോലെ, ഈ തേന്റെ പോലെ ഈ 4 പൊലങ്ങ സ്വർഗത്തിൽ ഇങ്ങനെ ഒലിക്കൊണ്ടിരിക്കോ ചെന്നിട്ടായിട്ട് പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദ് അല്ലാഹു പഠിപ്പാട്ടം വെത്തുകു. അതേ സന്ദർഭത്തില ഒരാൾ മാത്തു ദുനിയാവൊരു മസ്താക്കടെ കല്ല് മാത്തു ബായിച്ചായെങ്കിൽ, അല്ലണ്ടായെങ്കിൽ MDM പോലെയുള്ള അമല പദാർത്ഥം മാത്രം ഒരാൾ സേവനാക്കേണ്ടായെങ്കിൽ നബി തങ്ങ ചൊല്ലുന്നു, അതേ ഓർത്ത ദുനിയാവുടെ കല്ല് മാത്തു സേവനാക്കിയ അവൻ തോബാക്കാണ്ട് അതേപോലെ അവൻ മരിക്കേണ്ടായെങ്കിൽ ഖിയാമത്ത് നാളിൽ ആഖിറത്തിൽ അല്ലാഹു തആല അവന് കുടിപ്പാട്ടിന് കൊണ്ടുണ്ട. ആഖിറത്തില് അവന് കുടിപ്പാട്ടരെ വ്യഭിചാരിയായ പെണ്ണിങ്ങരെ അങ്ങനെ ഗുഹ്യ ഭാഗത്തിൽ പണ്ട് ചൂടായ തണ്ണിടായിട്ടിക്കര് ദുനിയാവൊരു MDM-ഉം അതേപോലെ അമല പദാർത്ഥവും അതേപോലെ കല്ല് കുടിച്ചെങ്കിൽ അള്ളാഹു ആഖിറത്തിൽ കൊടുക്കുകയെ ചെന്നിട്ടായിട്ടിക്കര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. ദുനിയാവിലും മാത്തു ഒരു തെല്ല് ഒരു ഗ്ലാസ് കല്ല് മാത്തത്തെ ബാഗ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തെ കല്ല് അവന് കിട്ടല ചെന്നിട്ടായിട്ടിക്കര് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. ഒരു ഗ്ലാസ് ദുനിയാവുടെ കല്ല് മാത്രത്തെ കുടിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തെ കല്ല് അവന് കിട്ടല ചെന്നിട്ടായിട്ടിക്കര്. അത്രയും ഗൗരവമായിട്ട് ദുനിയാവുടെ കല്ലിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ കാണുന്നു ചെന്നിട്ടായിട്ടിക്കര് ഞങ്ങൾക്ക് പഠിപ്പാട്ടി. എന്നിട്ട് നബി തങ്ങൾ ചൊല്ലിട്ടായിട്ടിക്കര് ഒരാൾ മാത്തു ദുനിയാവിലും മാത്തു കല്ല് കുടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആഖിറത്തില് വ്യഭിചാരിയായ പെണ്ണിങ്ങര് പ്രൈവറ്റ് പാട്ടില് ഉൾപ്പെടെ ആ തന്നിടെ ചൂടായ തന്നിടെ ഇട്ടിക്കര് കൊണ്ട് ബാഗ് വീത്തിരെ ചെന്നിട്ടായിട്ടിക്കര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ ഹദീസും ഞങ്ങളെ മുന്നിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ട്. അത് മാത്രല്ല വലിയ അദാബായിട്ടിക്കര് ഓണ് നേരിട്ട് ചെന്നിട്ടും പരിശുദ്ധ ഹദീസ് പഠിപ്പാട്ട്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള വിഷയ മുന്നത്തെ ക്ലാസ്സിൽ ചർച്ചയാക്കുക. ഇതോടുകൂടെ റമളാന്റെ ക്ലാസ് ഇൻഷാ അല്ലാഹ് റമളാന്റെ വാഖിയ സൂറത്ത് നിങ്ങൾ ഇപ്പൊ 1000 ചെന്നിട്ടെങ്കിൽ 21 ആയത്ത് മാത്രമായിട്ട് ആയിട്ടുള്ളേ. ഇൻഷാ അല്ലാഹ് റമളാൻ കഴിഞ്ഞിട്ടെങ്കിലും ഈ ക്ലാസ് ഇത് കണ്ടിന്യൂ ആടും. തൽക്കാല ഈ ക്ലാസ് കൂടെ സ്റ്റോപ്പ് ആക്കുക. അല്ലാഹു തആല ഇത്രത്തോളം സുന്നതും നിങ്ങൾ കേട്ടതും അല്ലാഹു ഒരു സ്വാലിഹായ അമല കൊടുത്ത് അല്ലാഹു ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ തിങ്കൾ തീഞ്ഞിട്ടെങ്കിലും ഈ ഒരു സൂറത്ത് ഇതിനാശയ ഇനിയും ഒരുപാട് വിഷയമായിട്ട് ചർച്ചയാക്കുന്നില്ല. സ്വർഗത്തൊരു ഒരു വിഷയം മാത്രമായിട്ട് ഒരു ചെറിയൊരു വിഷയം മാത്രം ചൊല്ലി ഇങ്ങനെ നരകത്തെ അവകാശങ്ങളുള്ള എടുത്ത കയ്യിൽ കിതാബ് കിട്ടിയ ആൾമാർ അങ്ങനെ ഒരു വിഷയം കേട്ടിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് അത് ഭയങ്കരമായ ഘോരമായ ഒരു ശിക്ഷയായിട്ട് ഖുർആൻ എന്ന് ചൊല്ലണവുമുണ്ട്. ആ കാരണത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങ ഈ റമളാനിൽ സുബഹി ജമാഅത്ത് നിങ്ങൾ വന്ന പോലെ റമളാൻ കഴിഞ്ഞിട്ടെങ്കിലും ഇത് മുട്ടണ്ട. ഈ സുബഹി ജമാഅത്ത് വന്നിട്ടെങ്കിൽ അതിലെത്ര വലിയൊരു റഹ്മത്ത് അല്ലണ്ടെങ്കിൽ അതിലെത്ര വലിയൊരു ബർക്കത്ത് ധാരക്കല ആ സുബഹിക്ക് ഔത്തൊരു ലൈറ്റ് ഓൺ ആവുന്നത് അത് ഔത്തൊരു വലിയൊരു ബർക്കത്തായിട്ട് ഈ പള്ളിയിലെ ജമാഅത്ത് ആകുമ്പോഴത്തേക്ക് ഔത്തൊരു കിടന്നുറങ്ങണ്ട. അത് ബർക്കത്തില്ലാത്ത ഒരു ലക്ഷണമായിട്ട് ആ കാരണത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങ പരിശുദ്ധമായ റമളാനില് എത്ര ചന്ത നിങ്ങൾ വന്നാറ്, എത്ര ചന്ത നിങ്ങൾ ജമാഅത്തോട് കൂടെ നിസ്കരിച്ചാറ്, അതേപോലെ എല്ലാ നാളും ക്ലാസ് ഗതിച്ചാറ്, ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ പണ്ടെങ്കിൽ ചൊമ്മ ഇൽമു നിങ്ങൾ പഠിക്കൊണ്ടു സാധ്യാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആന്റെ ധാരാളം വിഷയം പഠിക്കൊണ്ടു. അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണം റഹ്മാനെ. ഈ ഖുർആന്റെ വിഷയ പഠിച്ച കാരണത്തിൽ പഠിച്ച റബ്ബേ ഖുർആൻ നാല് ആഖിറത്തിൽ നല്ല ആൽമാർക്ക് ശിഫാറസാക്കട് പഠിച്ച റബ്ബേ. ചൊമ്മ ആൽമാർക്ക് ഈ ഖുർആൻ ശിഫാറസാക്കട്. അക്കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഖുർആന്റെ പിർസപിച്ച കാരണത്തിൽ പഠിച്ച റബ്ബേ ഖുർആൻ നാല് ശിഫാറസാക്കട് കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മബാപ്പന്മാരെയും ഞങ്ങളുടെ കൂട്ടുകുടുംബത്തെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഖുർആന്റെ സ്നേഹിച്ച കാരണത്തിൽ പഠിച്ച റബ്ബേ ഞങ്ങളുടെ ഖൽബ് ശുദ്ധിയാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ നീ ഈമാൻ യാറാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ തഖ്വ യാറാക്കി തരണം റഹ്മാനെ.
ഹറാമൊരു തൊട്ട് ദൂരം നീ കൊടുക്കില്ലേ ആ വറവ് നീ ഏറാക്കി തരണം റഹ്മാനെ. പടച്ചറബ്ബേ ഈ ഖുർആന്റെ പ്രസവിക്കുന്ന കാരണത്തില് മരിക്കുന്ന സന്ദർഭത്തിൽ കാമിലായ ഈമാനോട് കൂടി മരിക്കൊടുക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണം റഹ്മാനെ. ഖുർആന്റെ പ്രസവിക്കുന്ന കാരണത്തിൽ പടച്ചറബ്ബേ എന്തെല്ലാം സമസ്യ ഉണ്ടാവും എല്ലാ സമസ്യയും പടച്ചറബ്ബേ നീ ഏറ്റെടുക്കണം റഹ്മാനെ. എന്ത് സമസ്യ നിങ്ങളും പടച്ചറബ്ബേ ഖുർആന്റെ പ്രസവിക്കുന്ന കാരണത്തിൽ അതെല്ലാം നീ ഏറ്റെടുത്തിട്ട് ഖൈറായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നീ തരണം റഹ്മാനെ. അങ്ങനെ ഈ മജ്ലിസിൽ ചൊമ്മാൽമാർ പലനത്തെ സമസ്യയിലും കൊള്ളാറ്, പലനത്തെ ബേജാറിലും കൊള്ളാറ്, എന്തെല്ലാം നമുക്ക് ബേജാറ് എല്ലാരും മനസ്സും പടച്ചറബ്ബേ ദിക്ക് കൊത്തുണ്ട് റഹ്മാനെ. ഖുർആന്റെ സ്വർഗത്തെ വിഷയം ചർച്ചയാക്കി ഈ മജ്ലിസിനെ ബർക്കത്ത് കൊണ്ട് എല്ലാരും കാര്യം നീ ഏറ്റെടുക്കണം റഹ്മാനെ. എല്ലാരും നിന്റെ ഖൈർ നൽകാരെ കൊടുത്ത് നീ പെടുത്തണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ.